സമീപകാലത്ത് ലോകം മുഴുവനും സംസാരിക്കുന്ന ഭാഷകളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിൽ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ഇത് അടുത്തിടെ ഇറങ്ങിയ ആർട്ടിക്കിളൊന്നുമല്ല. എന്നാൽ അതിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിനാൽ ഈ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ലോകത്തിൽ ഇതുവരെയും എത്രയോ ഭാഷകൾ ഉണ്ടാവുകയും കാലപ്പോക്കിൽ അത് മുഴുവനായും നശിച്ചു പോയിട്ടുമുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥയിൽ ലോകം മുഴുവനും 7000 ഭാഷകൾ സംസാരിക്കുന്നതായി പറയുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഈ ലോകം മുഴുവനും 7100 ഭാഷകൾ ലോകത്തിലുള്ള ജനങ്ങൾ സംസാരിക്കുന്നുവെന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ കുറവ് ഭാഷകൾ മാത്രമേ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയായുള്ളൂ. അത് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, മാൻഡറിൻ, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇങ്ങനെ എടുത്തു പറയേണ്ട ചില ഭാഷകൾ മാത്രം. ഇവയാണ് കോടിക്കണക്കിന് ജനങ്ങൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഭാഷയായുള്ളത്. എന്നാൽ ബാക്കിയുള്ള ഭാഷകൾക്ക് ഇത്രയും ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമുള്ളൊരു കാര്യമാണ്. ഈ 7000-ൽ പല ഭാഷകൾ ചില ലക്ഷങ്ങൾ മുതൽ ചില 1000 ജനങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതും ലോകം മുഴുവനും നൂറുകണക്കിന് അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രം ഇപ്പോഴും സംസാരിക്കുന്ന ആദിവാസികളുടെ ഭാഷയാണെന്ന് പറയപ്പെടുന്ന നൂറുകണക്കിന് ഭാഷകളും ലോകത്തുണ്ട്. ഇതെല്ലാം ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളിൽ വരാം. കാരണം 2100-നുള്ളിൽ ഈ ലോകത്തിൽ സംസാരിക്കുന്ന ഭാഷകളിൽ 1500 ഭാഷകൾ മുഴുവനായും നശിച്ചു പോയിട്ടുണ്ടാകുമെന്ന് ഒരു പഠനം പറയുന്നു. ഇതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇതിന് പല കാരണങ്ങളും പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം വളരെ പ്രബലമായ ഭാഷയുടെ കടന്നുകയറ്റമാണ്. വിദ്യാഭ്യാസമായാലും തൊഴിലിനായി ഉപയോഗിക്കുന്ന ഭാഷയായാലും അയാളുടെ മാതൃഭാഷയെക്കാട്ടിലും ഇംഗ്ലീഷിനെ പോലെ അധികമായി ഉപയോഗിക്കുന്ന ഭാഷയാണ് തീർച്ചയായും ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയും ചെയ്യും. അതേസമയം ചെറിയ ചെറിയ ഭാഷകളെല്ലാം കാലപ്പോകിൽ കാണാതാവുകയും ചെയ്യും. ഇതിനെല്ലാം ലോകത്തിൽ പല ഉദാഹരണങ്ങളുണ്ട്. ഓസ്ട്രേലിയ എടുത്തു നോക്കിയാൽ, ഓസ്ട്രേലിയ ബ്രിട്ടീഷ് കോളനി ഭരണം കൊണ്ടുവരുന്നതിന് മുൻപ് അവിടെ ജീവിച്ച ആദിവാസികൾ 250-ൽ കൂടുതൽ നേറ്റീവ് ലാംഗ്വേജ് സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് നോക്കുമ്പോൾ അത് ചുരുങ്ങി വെറും 40 ഭാഷ മാത്രമാണ് അവിടെയുള്ള ജനങ്ങൾ സംസാരിക്കുന്നത്. അതിൽ വെറും 12 ഭാഷ മാത്രമാണ് സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇംഗ്ലീഷിന്റെ അപാരമായ വളർച്ച തന്നെയാണ് എന്ന് നമുക്ക് പറയാം. മാത്രമല്ല ഈ ലോകത്തിൽ മുഴുവൻ നോക്കിയാൽ നൂറുകണക്കിന് ഭാഷകളാണ് നശിച്ചു പോയത്. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ലോകം മുഴുവനുമുള്ള അതേ മോശമായ അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉള്ളത്. എന്തിന്? ഇന്ത്യയിൽ അധിക മോശം എന്ന് തന്നെ പറയാം. എങ്ങനെയാണോ പുറത്ത് ഒരു പ്രബലമായ ഭാഷയായത്, അതുപോലെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഹിന്ദിയാണ് ഇവിടെ വളരെ പ്രബലമായ ഭാഷ. അതുകൊണ്ട് തന്നെ പല ഭാഷകൾക്കും ഇത് കാരണം പ്രശ്നമുണ്ടാകുന്നുണ്ട്. എങ്കിലും ഇന്ത്യയിൽ സംസാരിക്കുന്ന മൊത്തം ഭാഷകളുടെ ഡാറ്റ നോക്കിയാൽ പല വിവരങ്ങൾ പറയുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഏകദേശം 1100 മുതൽ 1600 ഒറിജിനൽ ലാംഗ്വേജുകളുണ്ട്. ഈ ഭാഷകൾക്ക് മാത്രം ഡയലക്ട്സും കണ്ടുപിടിച്ചു. അത് 20,000-ൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ആവശ്യം കോർ ലാംഗ്വേജ് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ 1600 ഭാഷകൾ ഇന്ത്യയിൽ മൊത്തം സംസാരിക്കുന്നതായി ഒരു പഠനം പറയുന്നു. ഇതിൽ എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷത്തിനുള്ളിൽ ഏകദേശം 120 ഭാഷകളാണ് വേരോടുകൂടി ഇന്ത്യയിൽ നിന്ന് നശിച്ചു പോയത്. ഇതെല്ലാം അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആദിവാസികൾ സംസാരിച്ചിരുന്ന ഭാഷയാണ്. കൂടാതെ അടുത്തു വരുന്ന 9 വർഷത്തിൽ വീണ്ടും 1050 ഭാഷകൾ കാണാതാകാൻ സാധ്യതയുണ്ട് എന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവയിൽ കൂടുതലും ആര് സംസാരിക്കുന്ന ഭാഷയെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദിവാസി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് കാണാതാകാൻ പോകുന്നത്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഒഡീസ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അരുണാചൽ പ്രദേശ്, ആസാം, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ, വെസ്റ്റ് ബംഗാൾ ഇവിടങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ അവർ സംസാരിക്കുന്ന ഭാഷ പോലും നശിച്ചു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ട വഴി എന്തെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്ന് ഈ ഭാഷകൾ സംസാരിക്കേണ്ട നടപടികൾ എടുക്കണം. അതായത് ഭാഷാ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഈ ഭാഷയുടെ ഉത്ഭവം എങ്ങനെയാണെന്നുള്ളതും ഈ ഭാഷയെക്കുറിച്ചുള്ള പഠനം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇതൊക്കെ മതിയോ എന്ന് ചോദിച്ചാൽ അതാണ് വലിയൊരു ചോദ്യം. എന്തായാലും വരും കാലത്ത് ഇംഗ്ലീഷ് പോലുള്ള പ്രബലമായ ഒരു ഭാഷ കാരണമാണ് ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭാഷകൾ ജീവിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എത്ര കാലം നിലനിൽക്കുമെന്നുള്ളതും നമുക്കറിയില്ല. ഇതാണ് ഭാഷയെക്കുറിച്ച് ഞാൻ കണ്ട കാര്യങ്ങൾ. ആർട്ടിക്കിൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഷയുടെ നശീകരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. മികച്ച അഭിപ്രായം അടുത്ത വീഡിയോയിൽ വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.